ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് തയ്യാറാക്കുന്നത്, ചക്ക എരിശ്ശേരി. അപ്പോൾ വേഗം നമുക്ക് ചക്ക എരിശ്ശേരി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചക്കയുടെ ചുളയൊക്കെ ഇറുത്ത് വെച്ചിട്ടുണ്ട്. ചക്ക വറുക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചക്ക എരിശ്ശേരി. ചക്ക ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ അരിഞ്ഞെടുക്കാം. എങ്ങനെയായാലും നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കണം. ഇതിനകത്തേക്ക് കുറച്ച് ചക്കക്കുരുവും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ചക്ക നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് 2 കപ്പ് വെള്ളവും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയുടെ പീസസും പിന്നെ കുറച്ച് ഉപ്പുവെള്ളവും കൂടി ചേർത്ത് അടച്ച് വേവിക്കാം. ഉപ്പുവെള്ളത്തിന് പകരം ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു തേങ്ങയുടെ 4/1 ഭാഗം, ഇത് ഒരു 1/4 മുറി എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 സ്പൂൺ മുളക് പൊടി, 2 ഇതൾ കറിവേപ്പില, 5-6 അല്ലി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇത് പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസ് ചെയ്യണം. ഇനി ഇത് ചക്കയിലോട്ട് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി അടച്ച് ഫ്ലെയിം ഓണാക്കി കൊടുക്കണം. വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെയും തേങ്ങയുടെയും ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി കടുക്, വറ്റൽമുളക്, തേങ്ങ, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ നല്ല ഗോൾഡൻ കളറാവണം, അതുവരെ ഒന്ന് വറുത്തെടുക്കാം. ചക്ക എരിശ്ശേരി പോലെ നല്ല ടേസ്റ്റുള്ള ഒന്നാണ് ചക്കപ്പുഴുക്ക്. നമ്മൾ ഈ മുളക്, ഉള്ളി ഒക്കെ അരച്ചിട്ട് വെളിച്ചെണ്ണ, ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് മുക്കി കഴിക്കുന്ന ചക്കപ്പുഴുക്ക് നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ട്രൈ ചെയ്ത് നോക്കുക. ഇനി നടുക്കുന്ന ഇതുപോലെ തേങ്ങ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 സ്പൂൺ ഉഴുന്നുപരിപ്പ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മിനിമമാണ്, 2-3 സ്പൂണൊക്കെ ചേർക്കാം, അതിൽ കൂടുതലും ചേർക്കാം. അത് നല്ലതുപോലെ വറുത്തെടുക്കണം. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ എരിശ്ശേരിയുടെ ടേസ്റ്റ് കുറച്ചുകൂടി കൂടും. ഇനി എല്ലാം കൂടി വെൽ മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു മണവും നല്ലൊരു ബ്രൗൺ കളറും വരുന്ന സമയത്ത് നമുക്കിതെടുക്കാം. ഇതിനി ചക്കയിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല വിളഞ്ഞ ചക്ക നോക്കി എടുക്കുക. അപ്പോൾ എനിക്കറിയാം ഇത് എല്ലാവരുടെ കയ്യിൽ ഇതുപോലെ ചക്ക ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ശേഷം 5 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ ഫ്ലേവറെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ടാകും. ഇനി സെർവ് ചെയ്യാം. നാടൻ രീതിയിലുള്ള ചക്ക എരിശ്ശേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.